നമ്മുടെ ലോകം ഇരുട്ടിലായിരുന്നു. ഇനി നമുക്കും വേണം നല്ല വെളിച്ചം. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഗോകുലിന്? ഞാൻ നിന്നോട് ആദ്യമായിട്ട് എന്റെ ഇഷ്ടം പറഞ്ഞത് ഈ ദിവസം. ഓ അത് ശരി. ആ സ്നേഹം ഇന്നു മാത്രമല്ല, എന്നും ഉണ്ടല്ലോ. പക്ഷെ ഈയിടെയായിട്ട് എന്നോട് സ്നേഹം കാണിക്കാൻ നീ തീരെ മറന്നു പോകുന്നു. എന്റെ കൂടെ കുറച്ചുനേരം ഇരിക്കാൻ പോലും നിനക്ക് സമയമില്ല. അയ്യോ, സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. രാത്രി 8 മണിക്ക് കാണണമെന്ന് DK വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, നീ എന്തിനാ മെഴുകുതിരി ഊതി കിടത്തിയത്? എന്റെ ഉള്ളിലെ തീ കാണാൻ നിനക്ക് കണ്ണില്ല. ഒരു നല്ല ദിവസം നീ നശിപ്പിച്ചു. ദേഷ്യപ്പെടല്ല താരെ. DK എന്നെ ഒരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിച്ചിരിക്കുക. എന്ത് ജോലി? DK റെസ്റ്റോറന്റ്സിന് എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകൾ തുറക്കാൻ പരിപാടിയുണ്ട്. അതിനുവേണ്ടി ഒരു ഉഗ്രൻ പ്രോജക്ട് റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയതാ ഈ ഫയലിൽ. ഇത് കൊടുത്താ DK നന്നായിട്ട് ഇംപ്രസ്ഡ് ആവും. എനിക്ക് കേക്കണ്ട ആ പേര്. എപ്പോഴും നീ DK ഇംപ്രസ് ചെയ്യാൻ നോക്കും, അത് നല്ലതാ. പക്ഷെ വല്ലപ്പോഴെങ്കിലും സ്വന്തം ഭാര്യയും കൂടെ ഒന്ന് പരിഗണിക്കണം. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി, ഇതുവരെ ഒരു ഹണിമൂണെങ്കിലും പോയിട്ടുണ്ടോ? എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ആരോഗ്യ സൗന്ദര്യമുള്ളപ്പോ ആഘോഷിക്കാനുള്ളതാ ഈ ജീവിതം. അല്ലാതെ മൂത്ത് നിറച്ച് മൂക്കി പല്ല് വന്നിട്ടല്ല ഹണിമൂൺ യാത്ര ചെയ്യാ. അങ്ങനെ ഒരു ലൈഫ് എനിക്ക് വേണ്ട. അതല്ല താരെ, ഇങ്ങനെ ഫീൽ ആവല്ലേ. എന്റെ പ്രോജക്ട് റിപ്പോർട്ട് കാണിച്ച് DK സന്തോഷിപ്പിച്ചാൽ പിന്നെ 15 ദിവസത്തേക്ക് എനിക്ക് ലോങ് ലീവാ. നമ്മൾ പറക്കുന്നു എവിടേക്കെങ്കിലും, നമ്മുടെ ഹണിമൂൺ. സത്യം സത്യം. നമ്മൾ ഹണിമൂണിന് പോകുന്ന 15 ദിവസം DKയുടെ ഒരു ശല്യം ഉണ്ടാവില്ല. പോരെ? നമ്മുടെ മുറിയുടെ പുറത്ത് നമ്മളൊരു ഡോണ്ട് ഡിസ്റ്റർബ് ബോർഡ് വയ്ക്കും. ഇപ്പൊ സന്തോഷായില്ലേ? അയ്യോ DK, പറഞ്ഞ സമയം കഴിഞ്ഞു. ഗോകുൽ, പോയിട്ടിങ്ങ് വാ, ഞാൻ കാണിച്ചുതരാം അവന്റെ ഒരു ഹണിമൂൺ. വാക്ക് തെറ്റിച്ച ഹണിമൂൺ ആയിരിക്കില്ല, കെണിമൂൺ ആയിരിക്കും ഇനി അങ്ങോട്ടെന്നും. നോക്കിക്കോ. ഹലോ അവിനാഷ്. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു പ്രിയ, നീ എന്താ ഫോൺ എടുക്കാത്തെ? അതെ, ഞാനൊരു പുതിയ കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പി നോക്കി പഠിക്കുമായിരുന്നു. എന്റെ പ്രിയേ, നിനക്ക് ഈ കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്ന പണിയൊന്ന് നിർത്തിക്കൂടെ? നിനക്ക് എത്ര പണം വേണം പറ, ഞാൻ തരില്ലേ? ഓ അത് വേണ്ട, എന്റെ ആവശ്യത്തിനുള്ള പണം ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കോളാം. എനിക്ക് ചെലവിന് തരാൻ ഞാൻ നിന്റെ ഭാര്യയൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പൊ ആയിട്ടൊന്നുമില്ല, പക്ഷേ അധികം താമസിക്കാതെ ആവോല്ലോ. അത് ആ സമയത്ത് ആലോചിക്കാം. അതെ, കുറച്ചു ദിവസമായി നമ്മൾ കണ്ടിട്ട്. പിന്നെ എനിക്ക് നിന്നെ കാണാൻ കൊതിയായി. പിന്നെ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരട്ടെ? അയ്യട മോനെ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ദേ മര്യാദയ്ക്ക് ഫോൺ വെച്ചോ, ചേച്ചി ഇപ്പൊ വരും. നിന്നെ കണ്ടാലുണ്ടല്ലോ അതോടെ എല്ലാം തീർന്നു. എന്നാ പിന്നെ നീ എനിക്ക് സാധാരണ തരുന്ന സംഗതി ഇല്ലേ? ഒരു വട്ട് പെണ്ണിനെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് എന്നെ നാണം കെടുത്തിയില്ലേ നിങ്ങള്? ആ പെണ്ണിന്റെ മുമ്പിൽ ഞാനൊരു വിഡ്ഢിവേഷം കെട്ടി നിൽക്കേണ്ടി വന്നില്ലേ? അവള് പറഞ്ഞ വാക്കുകളൊക്കെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഈ
പ്രപഞ്ചത്തിലെ മുഴുവൻ ആണുങ്ങളും ഒറ്റയടിക്ക് വിവാഹിതരായി ഇയാള് മാത്രം ബാക്കിയായാലും ഞാൻ ഇയാളെ കല്യാണം കഴിക്കില്ല. ഇനി അതുപോലെ അവമാനിക്കപ്പെടാൻ എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട്. DK ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഈ വീട്ടിലെ മൂത്ത മരുമകളാ നീ. ഇവർക്കെല്ലാം വഴികാട്ടിയാകേണ്ടവൾ. ആ നീ തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീ തന്നെയാ. എന്റെ സുപ്രിയയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു വിട്ടി പെണ്ണിനെ കൊണ്ട് നിർത്താമെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങളെ വിശ്വാസമുള്ളതുകൊണ്ടാ ഫോട്ടോ പോലും നോക്കാതെ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവളെ തന്നെ നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്നു. എന്നെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. മൂക്കത്ത് മുൻചുണ്ടിയുള്ള ഈ ഹിറ്റ്ലറെ കല്യാണം കഴിച്ച് ലൈഫ് നശിപ്പിക്കാൻ ബുദ്ധിയുള്ള ഒരു പെണ്ണും തയ്യാറാവില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്ക് എന്നെ ബലിയാടാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലായില്ലേ? അമ്മായിയമ്മയെ തെരഞ്ഞെടന്ന് ഇനിയെങ്കിലും എന്നെ അപമാനിക്കാൻ ശ്രമിക്കരുതെന്ന്. മൈൻഡ് ഇറ്റ്. ശ്രീറാം, DK പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞങ്ങള് മതി, ഇനി അധികം വിസ്തരിക്കണമെന്നില്ല. നിങ്ങളല്ലേ അവളെ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ നാണക്കേടിനല്ല ഉത്തരവാദിത്വം നിങ്ങൾ 3 പേർക്കും തന്നെയാ. ആദ്യമായിട്ടാ DKക്ക് മുന്നിൽ ഇങ്ങനെ മറുപടിയില്ലാതെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. എല്ലാത്തിനും കാരണം അവളാ. ആ ജാനകി അല്ല, ജ്യോതിർമയി. അവള് നമ്മളെല്ലാം നാണം കെടുത്തി. കള്ളവേഷം കെട്ടി ഇതിനകത്ത് കയറി നമ്മളെ പറ്റിച്ചു. ഇതിനവളോട് ഞാൻ ക്ഷമിക്കില്ല. ചെറിയ പണിഷ്മെന്റ് അല്ല, വലിയ ശിക്ഷ തന്നെ ഞാൻ അവൾക്ക് കൊടുക്കും. നോക്കിക്കോ. ഈ മായ ആരാണെന്ന് അവൾ അറിയാൻ പോകുന്നതേയുള്ളൂ. മായിച്ച് പറഞ്ഞത് ശരിയാ. അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അവൾ ഒരിക്കലും മറക്കാത്ത പാഠം. അതിനൊരു ഉഗ്രം വഴിയുണ്ട്. എന്ത് വഴി? വെയിറ്റ്. ഹലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്ത് കാര്യം പറയുന്നോ അതുപോലെ തന്നെ ചെയ്യണം. ഒന്നുമല്ല, ഒരാളെ നന്നായിട്ടൊരു പാഠം പഠിപ്പിക്കണം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം. ശരി, ഓക്കെ. കൊട്ടേഷൻ ആണോ? ഇത് സാധാരണ കൊട്ടേഷൻ അല്ല, അതിന് മേലെയാ. അടിപൊളി. ഇവര് രണ്ടുപേരും കൂടി എന്തായാലും അവൾക്ക് പണി കൊടുക്കും. അതിന്റെ ഇടയിലൂടെ സിത്താര ഞാൻ ഈ വീട്ടിന്റെ മരുമകളാക്കാൻ ചെയ്യും. കലക്ക വെള്ളത്തിൽ നല്ല ഒന്നന്തരം മീൻപിടുത്തം. അച്ഛനവിടെ? നിങ്ങളുടെ മറവി കൊണ്ട് ഞാൻ തോറ്റു. ഈ ലിസ്റ്റ് എടുക്കാതെയാണോ നിങ്ങൾ കടയിൽ സാധനം വാങ്ങാൻ പോണേ? പിടിക്ക്. എന്റെ ആചാരത്തെ ഞാനത് പോയില്ലല്ലോ. ഞാൻ പത്രം വായിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ലിസ്റ്റ് എടുക്കാൻ അകത്തോട്ട് വരാമെന്ന് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ നീ ലിസ്റ്റ് കൊണ്ടുവന്നത്. എനിക്ക് അത്ര വലിയ മറവിയൊന്നുമില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മറവിയില്ല എന്ന് പോലും. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ച് ബേക്കറി കൊണ്ടുപോയി വെച്ച ആളാ. ഞാനിങ്ങനെ വായിട്ടലക്കണം, അത് തന്നെ മിച്ചം.
എന്റെ ഒരു തലയിലെടുത്ത്. ഓ എന്താണ് ഒരു കള്ളത്തരം? എന്താ നീ മറച്ചു പിടിച്ചിരിക്കുന്നത്? പത്രം അല്ല എന്താ? നീ ഇതൊന്നും വായിക്കുന്ന ശീലമില്ലല്ലോ മോളെ. ആടിനോട് അങ്ങാടിയുടെ മഹത്വം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലച്ചാ. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരു ആടും അങ്ങാടിയും കഥയും കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വേഗം കടയിൽ പോയിട്ട് വരാൻ നോക്കും മനുഷ്യ. അയ്യോ പോവാന്നേ. ഈ വേഷത്തിലോ? അയ്യോ ഒരു ഷർട്ടും എടുത്തിട്ട് സഞ്ചി എടുത്ത് പോ മനുഷ്യ. അങ്ങനെ പോ. ഇങ്ങോട്ട് പോ. എവിടേക്ക് പോണേ? വരുവല്ലേ? ഒന്ന് ഡ്രസ് ഇടാനും മറക്കുന്നു. വാ ഇങ്ങോട്ട്. ഷടാ, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ശ്രീദേവി, ശ്രീദേവി, നിങ്ങൾ നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഡ്രസ് മാറി കടയിൽ പോവാൻ നോക്ക്. ഷടാ, ഈ ബക്കറ്റും വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവളിത് എവിടെ പോയി? ശ്രീദേവി, അതെ, അച്ഛനോട് ഈ പത്രവും വാർത്തയും വീട്ടിനകത്തിരുന്നാൽ അപകടമാണ്. അവിടെ കിടക്കട്ടെ, അതാ നല്ലത്. ഇന്നത്തെ പത്രമാണെന്ന് തോന്നുന്നല്ലോ. ഇതാരാ എടുത്ത് പുറത്തിട്ടത്? നോക്ക്, ശ്രീദേവി ആന്റി കണ്ടുപിടിക്കും. പ്രശ്നമാവുന്നാ തോന്നുന്നു. എന്താ അച്ഛ, പോയി നോക്കങ്ങോട്ട്. ജ്യോതിമോള് സിനിമയിൽ അഭിനയിച്ചോ? അച്ഛാ, പണി പാളി. അവർ ചേച്ചിയുടെ ഫോട്ടോ കണ്ടു. അയ്യോ, ജ്യോതിമോളെ, പത്രത്തില് മോളുടെ പടം. അയ്യോ കുഴപ്പമായി. ഇത് കണ്ട ചേച്ചി ഇപ്പൊ വയലന്റ് ആവും. മോളെ, ചേച്ചി അതിങ്ങനെ എടുത്തേ. എന്താ എന്താ ചെടി? മോളെ, മോളുടെ പടം പത്രത്തില്. മോള് സിനിമയിൽ അഭിനയിച്ച ഫോട്ടോയാ. സിനിമയിൽ അഭിനയിച്ചെന്നോ? ഞാനോ? ആ, മോള് തന്നെ. എന്താടി ഇങ്ങ തന്നെ? എന്താ പത്രത്തില്? ശ്രീദേവി ആന്റിയുടെ പത്രം എന്തിനാ നീ തട്ടിപ്പറിച്ച് വാങ്ങിയത്? ഒന്നുമില്ല ചേച്ചി, ഞാനൊരു അത്യാവശ്യ കാര്യം നോക്കാം. അത്യാവശ്യ കാര്യോ? ഓടി വന്ന് പിടിച്ചു വാങ്ങാൻ മാത്രം എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? ഇങ്ങനത്തെ ഞാൻ നോക്കട്ടെ. അയ്യോ ചേച്ചി, ഒന്നുമില്ല. ഈ ശ്രീദേവി എനിക്ക് വട്ടാ. എനിക്ക് വട്ടോ? ദൈവദോഷം പറയില്ലേ മോളെ. ഞാൻ കണ്ടതാ, മോളുടെ പടമുണ്ട് പത്രത്തില്. നീ ആ പത്രം തന്നെ. ഇത് ചേച്ചി കാണണ്ട. എന്റെ പടം പത്രത്തിൽ വന്നു എന്നാ ശ്രീദേവി ആന്റി പറഞ്ഞത്. ഇങ്ങ തന്നെ നോക്കട്ടെ. ഇങ്ങ തന്നെ. ഒന്നുമില്ല മോളെ. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച പരസ്പരം മനസ്സിലാകും. എന്നിട്ട് തീരുമാനിച്ചാ മതി. നീ മോനെ, താര ചെയ്തത് തെറ്റല്ല. നിനക്കും ഈ കുടുംബത്തിനും നന്മ വരണമെന്ന് അവൾ ആഗ്രഹിച്ചു. അത്രയേ ഉള്ളൂ. മോനെ, നീ പറഞ്ഞ 15 ദിവസങ്ങൾ പെട്ടെന്ന് അങ്ങ് പോകും. ഒന്ന് സംസാരിക്കുന്നോണ്ട് എന്താ കുഴപ്പം? മോനെ, അമ്മ നിർബന്ധിക്കുകയല്ല. ഈ കുട്ടി വന്ന സ്ഥിതിക്ക്
ഹലോ. ഹലോ. ഭാര്യ മരിച്ചുപോയതിന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ആ എന്നെ വിവാഹം കഴിക്കാൻ സിതാര ആഗ്രഹിക്കുന്നതിന് കാരണം എന്താ? ക്ഷമിക്കണം DK, എന്നെ തെറ്റിദ്ധരിക്കരുത്. മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ വന്നത്. വീടിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാ താരേച്ചി പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. ഈ ലോകത്ത് ഭാര്യ മരിച്ചുപോയ ഒരാളെ വിവാഹം കഴിക്കുന്ന ആദ്യത്തെ പെണ്ണ് ഞാനല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മരണം ഒരു സത്യമാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് പിന്നെയും ജീവിച്ചല്ലേ പറ്റൂ. DK അനുഭവിക്കുന്ന സങ്കടം എനിക്ക് മനസ്സിലാവും. അത് മാറ്റി സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ച അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി. എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും ഒരു ത്യാഗം ചെയ്യാൻ സാധിച്ച എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നിറയെ മധുരമുള്ള പഴങ്ങളെ കായ്ക്കുന്ന ഒരു വലിയ തണൽമരം, ആ മുറ്റത്ത് നിൽക്കുന്ന വലിയ മൂവാണ്ടമാവില്ലേ, അതുപോലെ നിൽക്കണമെന്നാ എന്റെ ആഗ്രഹം. വെരി ഗുഡ്. പക്ഷേ പഴം തരുന്ന അതേ മൂവാണ്ടമാവ് വെട്ടിയ വിറവ് കൊണ്ടാ മനുഷ്യന് ചിതയൊരുക്കുന്നത്. അതറിയോ മരക്കുട്ടിക്ക്? മരക്കുട്ടിയോ? അതെന്താ? ഓ സോറി, ഞാൻ പേര് മറന്നു. സിതാര അതല്ലേ പേര്? അതെ. അപ്പൊ എന്നിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ എനിക്കും കുടുംബത്തിനും വേണ്ടി ത്യാഗം ചെയ്യാൻ വന്നതാണ് സിതാര, അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. എങ്കിൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. സിതാര എന്നെ എപ്പോഴാ ആദ്യം കണ്ടത്? അത് എന്താ ഓർമ്മയില്ലേ? പിന്നെ റെസ്റ്റ് അല്ല, ഇവിടെ വെച്ച ആദ്യം കണ്ടത്. കൊള്ളാം. എന്നിട്ടും നിങ്ങൾക്ക് എന്നോട് പ്രേമം തോന്നി. അങ്ങനെയൊക്കെ സാധിക്കൂ? ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളിനോട് ആദ്യമായി കാണുന്ന മാത്രയിൽ തന്നെ പ്രേമം തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനാവുന്നില്ലല്ലോ സിതാര. ഹിറ്റ്ലർ! താൻ ആരുവാ? മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവോ? ദേ, ഇത് ലാസ്റ്റ് വാർണിംഗാ. ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും പത്രത്തിൽ എന്നെ പറ്റി എഴുതി എന്നെ അപമാനിച്ചാലുണ്ടല്ലോ, എന്റെ ഈ കൈവിരലുകൾ ചിലപ്പോ തന്റെ ഈ കവളത്ത് പതിഞ്ഞു വരും. ഇതൊന്ന് തന്റെ മുഖത്ത് നോക്കി പറയാനാ ഞാൻ ഇതുവരെ വന്നത്. മതി നിന്റെ പ്രസംഗം. ഈ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ ഇതുവരെ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. ആരോടാ നീ സംസാരിക്കുന്നറിയോ? രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരെങ്കിലും ഒരാള് ധൈര്യം കാണിക്കണമല്ലോ. ഇയാളുടെ കഷ്ടകാലം കൊണ്ട് അത് ഞാനായിപ്പോയി, അത്രേ ഉള്ളൂ. എടി പെരുങ്കള്ളി, വേണ്ട, ഇവിടെയുള്ള ആരും ഇവരോട് സംസാരിക്കരുത്. അത് കലക്കി. എടോ DK, തന്റെ
പണത്തിന്റെ ഹുങ്കിന് മുന്നിൽ ഈ ജ്യോതിർമായി ഒരിക്കലും തോൽക്കില്ല. ഇപ്പൊ ഞാനിവിടെ വന്ന് ഇത്രയും പറഞ്ഞതിന്റെ പേരില് എന്നോട് പ്രതികാരം ചെയ്യാൻ എങ്ങാനും വന്നാൽ പിന്നെ തനിക്ക് കിട്ടാൻ പോകുന്നത് ഇതിലും വലിയ ശിക്ഷയായിരിക്കും. മനസ്സിലായോ? ഇതുപോലത്തെ ചീപ്പ് പരിപാടിയായിട്ട് ഇനി മേലാൽ എന്റെ പിറകെ വന്നു പോരുത്. അടിപൊളി. എന്നിട്ട് ബാക്കി പറഞ്ഞ് കേക്കട്ടെ. ഇനി എന്തു പറയാ? ഒരെണ്ണത്തിനും ഒരക്ഷരം പറയാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. ആ ഹിറ്റ്ലറിന്റെ തൊലി ഉരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ പത്രത്തിൽ ഇനിയും വാർത്ത വരും. ഇനി എന്ത് വാർത്ത വരാനോ? ഇനി ഒരു വാർത്തയും പത്രത്തിൽ വരാൻ പോകുന്നില്ല. എന്റെ തനി സ്വഭാവം അവർക്കിപ്പോ മനസ്സിലായി. ആ 3 സുന്ദരി കോതകൾക്കും ഞാൻ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാലും ചേച്ചിയുടെ ധൈര്യം അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇതൊന്നും ധൈര്യമല്ല മോളെ. ഒരു പെണ്ണെ ഏറ്റവും വലുതായിട്ട് കാണുന്ന എന്താണെന്നറിയോ നിനക്ക്? ആത്മാഭിമാനം. അതില് തൊട്ട് കളിക്കാൻ ഒരാളെ അനുവദിക്കരുത്. പത്രത്തിൽ ആ വാർത്ത വന്നതുകൊണ്ട് നാണക്കേടാർക്കാ? നമുക്കല്ലേ? ഞാൻ വേഷം കെട്ടി പറ്റിക്കാൻ ചെന്നാണെന്ന് നാട്ടുകാരെല്ലാം വിശ്വസിക്കില്ലേ? നമ്മള് പ്രതികരിക്കാതിരുന്നാൽ ഇനിയും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കും. അതുകൊണ്ടാ ചേച്ചി അവിടെ പോയതും ഇത്രയൊക്കെ പറഞ്ഞതും. അതൊക്കെ ശരിയാ. പക്ഷേ ചേച്ചിയുടെ ഈ പ്രവൃത്തി നല്ലതാണെന്ന് എല്ലാരും പറയുന്നൊന്നും വിചാരിക്കണ്ട. എന്റെ അമ്മയ്ക്കറിയാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന്. എനിക്കത് മതി മോളെ. എന്താ ഐഡിയ? ഒരു സന്ധി സംഭാഷണം ഞാനും DKയും തമ്മിൽ നാളെ രാവിലെ. നീ നോക്കിക്കോ, അയാളെ കൊണ്ട് ഞാനിത് സമ്മതിപ്പിക്കും. DK, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? സിത്താരയുടെ കാര്യം.